Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good Good afternoon. afternoon, ma'am. Prayer start ചെയ്തോളൂ കേട്ടോ. Dear Lord, in the morning I want to hear your voice guide me through my day and fill my heart with your love. Amen. Okay. Sign in. Sign in ഞാൻ പറയാം. പറഞ്ഞോളൂ. Good afternoon, everyone. You are all welcome to our class. I am so happy to see you together here. I hope the class will be great and successful. I hope you will enjoy the class. Have a good time. Thank you for joining us. Thank you, Miss. Okay. Thought. Ma'am, thought for the day. If you truly believe you deserve better, then stop standing in your own way and have the courage to walk towards the path of happiness that is rightly yours. Okay. സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. നമ്മള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? 6th മൊഡ്യൂൾ അല്ലേ? ഓക്കെ. യൂണിറ്റ് 1 ആണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെ വരെയായിരുന്നു? ഇൻട്രൊഡക്ഷൻ ടു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആയിരുന്നു. അതിലെ നമ്മള് 126 പേജ് നമ്പർ കേട്ടോ. 126. ബെനിഫിറ്റ്സുകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. പാരന്റ്സിന്റെ ബെനിഫിറ്റ്, അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ ബെനിഫിറ്റ് വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു അല്ലെ കഴിഞ്ഞ ക്ലാസ്സിൽ. അതായിരിക്കും എല്ലാവർക്കും ഓർമ്മ. സനില, അതുപോലെ തന്നെ ഇവരൊക്കെ അവരുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അല്ലേ? ഓക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക് എടുക്കാം. സ്കൂൾ ബെനിഫിറ്റ്. ഓക്കെ. സ്കൂൾ ബെനിഫിറ്റ് വായിച്ചു നോക്കിയേ. നാളെ ചിലപ്പോ ആദര മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും കേട്ടോ. ഇന്ന് ആദര മിസ്സിന്റെ അവർ ആയിരുന്നു. അപ്പൊ ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്ന കാരണമാണ് മിസ് കയറിയത്. അപ്പൊ നാളെ എനിക്ക് പകരം ആദര മിസ് ആയിരിക്കും എടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2 പേർക്ക് സെമിനാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അവര് എടുക്കണം കേട്ടോ. 2:30 കഴിഞ്ഞിട്ട് ഞാൻ വരും. അത് കഴിയുമ്പോ എടുക്കാം. ഓക്കെ. അവര് കയറിയിട്ടുണ്ടോ ക്ലാസ്സില്? അടുത്ത ആഴ്ച എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ആരെങ്കിലും ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഓർപ്പിക്കണം കേട്ടോ. 2:30 കഴിഞ്ഞിട്ട് 2:30ക്ക് അതരമിസിന്റെ ക്ലാസ് കഴിയുന്നതോടൊപ്പം ഞാൻ വരും. അപ്പൊ നമുക്ക് സെമിനാർ എടുക്കാം. എന്നാലും നിങ്ങൾക്ക് വൈവയിൽ മാർക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് എടുപ്പിക്കുന്നത്. ഓക്കെ. ആ ടൈമിൽ എടുക്കാം കേട്ടോ. വായിക്കൂ കേട്ടോ. വായിച്ചോളൂ. ഫൈബർക്ക് എങ്ങനെയുണ്ട്? 19th ബാച്ചിന് 18th ബാച്ചിന്റെ കംപ്ലീറ്റ് ആയല്ലേ? 19th ബാച്ച് തുടങ്ങി, സ്റ്റാർട്ട് ആയല്ലേ? എങ്ങനെയുണ്ട്? 19th-കാരുണ്ടോ അവിടെ? ഉണ്ട് മാം. ഉണ്ട്. സിന്ധുവിന് സ്റ്റാർട്ട് ആയോ? കഴിഞ്ഞു. സെമിനാർ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു, കുഴപ്പമുണ്ടായില്ല. ഓക്കെ. താങ്ക് യു മാം.
ഗുഡ് ആഫ്റ്റർനൂൺ. അതിനാ സ്കൂളിന്റെ ബെനിഫിറ്റ്സ് ആണ് വായിക്കാൻ പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. 4 പോയിന്റ്. വായിക്കാം മിസ്. വായിച്ചു കഴിഞ്ഞോ? എന്താ മനസ്സിലായേ? എല്ലാവരും മ്യൂട്ട് ആക്കാം കേട്ടോ, അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് വരും. മ്യൂട്ട് ആക്കാം. ഓക്കെ, ആരാ പറയാ? എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തായിരിക്കാം സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ബെനിഫിറ്റില് പറയുന്നത്? സ്കൂളുകളുടെ കാര്യക്ഷമമായ പ്രവർത്തനം വർദ്ധിപ്പിക്കുക. ആ. നല്ല രീതിയിലുള്ള അതായത് കമ്മ്യൂണിറ്റി പങ്കാളിത്തത്തിലൂടെ അന്തരീക്ഷത്തെ മെച്ചപ്പെടുത്തുക. വീടുകളും സ്കൂളുകളും തമ്മിൽ കൂടുതൽ അറ്റാച്ച്മെന്റ് ഉണ്ടാവുക. പ്രത്യേകിച്ച് വൈദഗ്ധ്യങ്ങളും വിവരങ്ങളും കൂടുതൽ ലഭ്യമാകുന്നതിലൂടെ അധിക ചെലവ് സാധ്യമാക്കുന്നു. സ്കൂളുകളിലോടുള്ള മാതാപിതാക്കളുടെയും കമ്മ്യൂണിറ്റിയുടെയും പിന്തുണ വർദ്ധിപ്പിക്കുന്നു. ഓക്കെ, സ്റ്റാർ പറയൂ. ആർക്കൊന്നും മനസ്സിലായില്ലേ? ഞാൻ പറയാം മിസ്. സ്കൂളിന്റെ പ്രവർത്തനക്ഷമത വർദ്ധിക്കും. പിന്നെ സമൂഹത്തിൽ നമ്മൾ സ്കൂളുമായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു പോസിറ്റീവ് റിലേഷൻ കൊണ്ട് സ്കൂളിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല രീതിയിൽ മെച്ചപ്പെടും. പിന്നെ വീടും സ്കൂളും തമ്മിലുള്ള ഒരു റിലേഷൻ വർദ്ധിക്കും. പിന്നെ ഒരുപാട് ചെലവ് കാര്യങ്ങളൊന്നും ഇല്ലാതെ പുതിയ പുതിയ വിവരങ്ങള് പിന്നെ വിദഗ്ധ ഉപദേശങ്ങളെല്ലാം കുട്ടികൾക്കും അധ്യാപകർക്കും എല്ലാം കിട്ടും. സമൂഹത്തിന് സ്കൂളിന് സമൂഹത്തിന്റെ അല്ലെങ്കിൽ പാരന്റ്സിന്റെ ഒക്കെ നല്ല രീതിയിലുള്ള പിന്തുണ കിട്ടും. ഓക്കെ, മനസ്സിലായുള്ളവർക്ക് 4 പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ, ഇനി കമ്മ്യൂണിറ്റി ബെനിഫിറ്റ് വായിക്കാം കേട്ടോ.
ആക്ച്വലി പറയണോ കേട്ടോ. കോസ്റ്റ് ഡിക്രീസ് ആണ് കേട്ടോ അവിടെ വരുന്നത്. ഇൻക്രീസ്ഡ് കോസ്റ്റ് എന്നാണ് ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഡിക്രീസ്ഡ് കോസ്റ്റ് എന്നാണ് വരാം. വേർഡ്സ് അവിടെ എസ് എന്നുള്ളത് മിസ്റ്റേക്ക് ആണ്. ജസ്റ്റ് ഒന്ന് വെട്ടിക്കളെ. ഓക്കെ, ക്ലിയർ ആയോ? കമ്മ്യൂണിറ്റിയുടെ ബെനഫിറ്റ് എന്തായിരിക്കാം? ജോസ്മി, എന്താ മനസ്സിലായേ? സേവനങ്ങളും സൗകര്യങ്ങളും സംയോജിപ്പിക്കുന്നു. അതുവഴി പണവും ആളുകളുടെ സമയവും സ്കൂളിലേക്കുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു. പിന്നെ പേരൻസും സൊസൈറ്റിയും സ്കൂളിന്റെ ഓരോ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു. അപ്പൊ അതുവഴി അവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കുന്നു. അതുവഴി അവരുടെ കഴിവുകൾ വികസിക്കുന്നു. പിന്നെ സമൂഹത്തിന്റെ കഴിവിനെ കുറിച്ചുള്ള അറിവും വിശ്വാസവും
വർദ്ധിക്കുന്നു. പിന്നെ സ്കൂൾ തലത്തിൽ ഉണ്ടാവുന്ന ഓരോ അച്ചീവ്മെന്റ്സും അംഗീകരിക്കപ്പെടുന്നു. അത് സമൂഹത്തിൽ സ്പ്രെഡ് ആകുന്നു. ഓക്കെ, എന്താ അതില മനസ്സിലായേ? ജോസ്മി പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പോയിന്റ് സേവനങ്ങള് സൗകര്യങ്ങളൊക്കെ നമ്മൾ കൂട്ടിച്ചേർത്തിട്ട് പണം, ആളുകളുടെ സമയം അതൊക്കെ നഷ്ടമാവാതെ പൊതുലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് പോയിന്റ് സ്കിൽ ബിൽഡിംഗ് ആണ്. അതായത് സ്കൂളുകൾക്ക് കിട്ടുന്ന നേട്ടങ്ങൾക്ക് നാട്ടുകാർ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റി വലിയ രീതിയിലുള്ള ഇൻവോൾവ് ആവുന്ന കൊണ്ട് അതിലൂടെ സൊസൈറ്റിയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ഹാപ്പിനെസ്സും ഒരു ഒത്തൊരുമയൊക്കെ ഉണ്ടാവും. പിന്നെ തേർഡ് പോയിന്റ് എൻഹാൻസ്ഡ് നോളജ്. അത് നമ്മളെ സൊസൈറ്റി എത്ര രീതിയിൽ ഏതെല്ലാം രീതിയിൽ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ആ ഒരു പിൻബലം എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മൾ സ്കൂൾ ലെവലിലുള്ള നേട്ടങ്ങൾ സ്കൂളിൽ മാത്രമല്ല മൊത്തത്തിൽ സൊസൈറ്റിക്ക് കൂടെ അതിനുള്ള ഒരു അഭിമാനം ഉണ്ടാക്കും. പാരൻസിനും ഒരേപോലെ ഒരു അഭിമാനം കൊടുക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ പറയുന്നത് കമ്മ്യൂണിറ്റിയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സേവനങ്ങൾക്കും സൗകര്യങ്ങൾക്കും എല്ലാവരും ചേർന്ന് ഉപയോഗിക്കുന്നതിനാണ് അവിടെ ചെലവ് കുറയുന്നുണ്ട്. അതായത് ഇപ്പോ ഈ സ്കൂളുകൾക്കൊക്കെ ഇപ്പോ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങള് ഇതൊക്കെ MLA ഒക്കെ സ്പോൺസർ ചെയ്യുന്നത്, അതൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങള്? അതുപോലെ തന്നെ പല പ്രോഗ്രാംസിനും ഐറ്റംസ് ഒക്കെ ഇപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറയാ, പരിസ്ഥിതി ദിനവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോ ചില എന്താ ഈ പ്ലാന്റ് ഒക്കെ നമ്മൾ ചെടികൾ കുട്ടികൾക്കൊക്കെ കൊടുക്കില്ലേ? അപ്പൊ എന്താണ്, അതൊക്കെ ബിസിനസ് ഓർഗനൈസേഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഘടനകൾ സ്പോൺസർ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കാം. അതുപോലെ തന്നെ സ്കൂൾ ബസ്സുകള് അതെങ്ങനെയാണ്, ആ സ്കൂളുകാർ വാങ്ങിക്കേണ്ട ആവശ്യമില്ല, സ്പോൺസർ ഇപ്പൊ MLA അവരൊക്കെ സ്പോൺസർ ചെയ്യാറുണ്ട് അത്തരത്തിലുള്ള ബസ്സുകൾ. കണ്ടിട്ടില്ലേ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങള്? അപ്പൊ എന്താണ്, സ്കൂളുകാർക്ക് അധികം ചെലവ് വരുന്നില്ല. പക്ഷെ എന്താണ്, എല്ലാ സൗകര്യങ്ങളും സ്കൂളുകളിൽ അവൈലബിൾ ആയിട്ടുണ്ട് അല്ലെ? അതുപോലെ തന്നെ ഇപ്പോ ഈ വാട്ടർ പ്യൂരിഫൈഡ് വെള്ളം കുടിക്കാനായിട്ട് കുട്ടികൾക്ക് വെക്കും അല്ലെ? പല സ്കൂളുകളിലും അല്ലെങ്കിൽ നമ്മള് ഇപ്പോ എല്ലാവർക്കും പൊതുജനങ്ങൾക്കായാലും കുടിക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ എന്താണ്, സ്കൂളുകാരിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളുകാർ വെക്കുന്നതല്ല, അവർക്ക് സ്പോൺസേഴ്സ് ആയിരിക്കും, ചിലപ്പോൾ പാരന്റ്സ് കൊടുക്കുന്നതാവാം അത്തരത്തിലുള്ള സൗകര്യങ്ങൾ. അപ്പൊ അങ്ങനെ ചെലവ് കുറയ്ക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, അത് എല്ലാ സൗകര്യങ്ങളും സ്കൂളിന് ഉണ്ടെങ്കിൽ കൂടിയും അത്രയ്ക്ക് ചെലവ് സ്കൂളിൽ നിന്നും വരുന്നില്ല. സ്പോൺസേഴ്സ് കാര്യങ്ങളൊക്കെയാണ് അതുവഴി വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, സ്കിൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്, മാതാപിതാക്കളും സമൂഹത്തിലെ ആളുകളും സ്കൂള് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുമ്പോൾ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാനായിട്ട് അല്ലെ, എല്ലാവരും കൂടി ഇപ്പൊ കുട്ടികളായാലും കുട്ടികളുടെ കഴിവുകൾ എങ്ങനെയാണ് സ്കൂളുകാർ മാത്രമല്ല നമ്മളുടെ പാരന്റ്സും കൂടി സപ്പോർട്ട് ചെയ്തിട്ടാണ് അല്ലെ അത് ഡെവലപ്മെന്റിലേക്ക് എത്തുന്നത്. അത്തരത്തിലുള്ള കഴിവുകൾ ഓരോ ടീച്ചേഴ്സ് ആയാലും അല്ലെങ്കിൽ പാരന്റ്സ് ആയാലും കണ്ടെത്തി കുട്ടിയെ ഓരോ കാര്യങ്ങളിലും ഇപ്പോൾ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും കോ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും കുട്ടികളെ പങ്കെടുപ്പിക്കുന്നുണ്ട്. അപ്പൊ രണ്ടുപേരും സപ്പോർട്ട് കുട്ടിക്കുണ്ട് അല്ലെ, അത്തരത്തിലുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ആകാനായിട്ട് രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് സമൂഹത്തിന്റെ കഴിവുള്ള വിശ്വാസം, സമൂഹത്തിന് ഒന്നിച്ച് പ്രവർത്തിച്ച് കാര്യങ്ങൾ വിജയകരമായിട്ട് എല്ലാവരും കൂടി, ഇപ്പൊ സ്കൂളുകാർ മാത്രമല്ല ടീച്ചേഴ്സും പ്രിൻസിപ്പളും മാത്രം ഓരോ കാര്യങ്ങൾ ചെയ്താൽ പോരാ സ്കൂളിന്റെ വിജയത്തിന് വേണ്ടിയിട്ട്. എല്ലാവരും ഇപ്പൊ PT പ്രസിഡന്റ് ആയാലും അതൊക്കെ എങ്ങനെയാണ്, പാരന്റ്സിൽ നിന്നാണ് അവര് സെലക്ട് ചെയ്യുന്നത് അല്ലെ. അപ്പോൾ സമൂഹത്തിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഏതൊരു പ്രോഗ്രാമോ കണ്ടക്ട് ചെയ്യുമ്പോഴും അത് വിജയകരത്തിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണ്, രണ്ടുപേരുടെയും സപ്പോർട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അത്തരത്തിലുള്ള സ്കൂളുകളുടെ വിജയം എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റിക്ക് അഭിമാനകരമാകുന്ന വിധത്തിലായിരിക്കും. പ്രൗഡ് എന്ന നിലയിലാണ്, അഭിമാനം സമൂഹത്തിനും കൂടി അഭിമാനം എന്ന നിലയിലാണ് ഒരു സ്കൂളിന്റെ വിജയം എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ഓക്കെ, നമ്മൾ എന്ത് പറഞ്ഞാലും എന്താ ഇതിന്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാല് സ്കൂളും അതുപോലെ തന്നെ പാരന്റ്സ് തമ്മിലുള്ള ഒരു പാർട്ട്ണർഷിപ്പ്, ആ ബന്ധം അവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടിയുടെ ഡെവലപ്മെന്റിലേക്ക് നയിക്കുന്നു എന്നുള്ള കൺസെപ്റ്റ് ആണ് വരുന്നത്. ഓക്കെ അല്ലേ, കമ്മ്യൂണിറ്റിയുടെ ബെനഫിറ്റ്? ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, ഹൗ ഈസ് ദിസ് ഡിഫറെന്റ് ഫ്രം വാട്ട് എവ്രി സ്കൂൾ ഡസ് ഓൾറെഡി. അതിന്റെ വിഷൻ കാര്യങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. വിഷൻ വരെ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ.
ആക്ച്വലി ഞാൻ പറയണു കേട്ടോ. ഓക്കെ, എന്താ മനസ്സിലായേ? How is this different from what every school does already? അതിൽ പറയുന്നത് ഞാൻ പറയാം. പറഞ്ഞോളൂ. കുടുംബവും സ്കൂളും തമ്മിലുള്ള പങ്കാളിത്തത്തിന് നൽകുന്ന കുടുംബവും സ്കൂളും തമ്മിലുള്ള പങ്കാളിത്തത്തിന് നൽകുന്ന പ്രാധാന്യത്തിലും അതിനായി ഉപയോഗിക്കുന്ന എനർജിയൊക്കെ എനർജിയുടെ കഴിവുകളിലും ഓരോ സ്കൂളുകളും വ്യത്യസ്തമാണ്. സ്കൂളും കുടുംബവും തമ്മിൽ യഥാർത്ഥ ഒരു പങ്കാളിത്തം ഉണ്ടാക്കാൻ ചില സ്കൂളുകളുടെയും കുടുംബങ്ങളുടെയും മനോഭാവത്തിൽ വലിയ മാറ്റം ആവശ്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് പരസ്പരം സഹായിക്കുന്ന സഖ്യകക്ഷികളാണ് തങ്ങളെന്ന് ഇരു കൂട്ടരും മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, എന്താ അതിൽ പറയുന്ന പാരഗ്രാഫിൽ പറയുന്നത്? അതായത് എന്താണ്, ഇപ്പോ ചില സ്കൂളുകൾ ഉണ്ടാവും അല്ലെ, എല്ലാ സ്കൂളുകളും നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ തന്നെ തൊട്ടടുത്തടുത്തടുത്ത് ഇപ്പൊ പണ്ടൊക്കെ എന്താണ് ഒരു സ്കൂളിൽ പോകാനായിട്ട് കുറെ മൈലകല നമ്മൾ നടന്നിട്ടാണ് പോവാറ് അല്ലെ. പക്ഷെ എന്താ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ അല്ലെ, അതായത് എന്താണ് ടെക്നോളജി കാര്യങ്ങളൊക്കെ ഡെവലപ്പായി ടെക്നോളജി അഡ്വാൻസ്ഡ് ലെവലിലേക്കൊക്കെ വന്നു. അപ്പോ അതിനുശേഷം എന്താണ് കുറെ കാര്യങ്ങൾ അല്ലെ നമ്മള് ഡെവലപ്പായിട്ട് മാറി അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്താ പറയാ
നമ്മുടെ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ജില്ലയിൽ തന്നെ കുറേ അധികം സ്കൂളുകൾ തൊട്ടടുത്ത് സ്കൂളുകളാണ് അല്ലെ. ആ സ്കൂളുകൾ, എല്ലാ സ്കൂളുകളും കുടുംബങ്ങളായിട്ട് ചിലപ്പോ ഓരോ രീതിയിൽ സഹകരിക്കണമെന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ഒരു രീതിയിൽ ഇപ്പോ ചിലപ്പോ എന്താണ്, ചില കുടുംബങ്ങളൊക്കെ സ്കൂൾ പറയുന്ന കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഓരോ കാര്യങ്ങളായാലും ഇപ്പോ കുട്ടികളെ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും കോ കരിക്കുലർ ആക്ടിവിറ്റീസിലായാലും ഒക്കെ പങ്കെടുപ്പിക്കാത്തവരുണ്ടാകും. ചിലപ്പോ എന്താ പാരന്റ്സ് ഒക്കെ അബ്രോഡ് ആയിരിക്കും. ഇവിടെ നോക്കുന്നത് അച്ഛന്മാരും അമ്മമാരൊക്കെ ആയിരിക്കും. അവർക്ക് അങ്ങനെ കൊണ്ട് നടക്കാനായിട്ടോ അല്ലെങ്കിൽ ഇപ്പൊ യൂത്ത് ഫെസ്റ്റിവലില് ആനുവൽ ഡേ ഒക്കെ നടത്തുമ്പോൾ ഓരോ കുട്ടികളെയും നമ്മൾ സെലക്ട് ചെയ്തിട്ടൊക്കെ ഡാൻസ് ഒക്കെ കളിപ്പിക്കാറുണ്ട്. അപ്പൊ അവര് പറയുന്ന ടൈമിലൊക്കെ കുട്ടിയെ കൊണ്ടുവന്നാക്കണം, കുട്ടിയെ കൊണ്ടുപോകണം, അതൊക്കെ ചെയ്യാൻ അവർക്ക് പറ്റില്ലല്ലേ. അപ്പൊ അത്ര അങ്ങനെയുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യാത്ത കുറെ സമൂഹം അല്ലെങ്കിൽ എന്താ ഫാമിലീസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സ്കൂളുകള് പറയുന്ന എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ സ്കൂളുകളായാലും അതുപോലെ തന്നെ കുടുംബങ്ങളുമായിട്ട് ഒരു രീതിയിൽ സഹകരിക്കണമെന്നില്ല. ചില സ്കൂളുകളിൽ സ്കൂൾ ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന സ്കൂളുകളും ഉണ്ടാവും. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചിലവിടെ എന്താണ് അത്രയ്ക്ക് പ്രാധാന്യം ഉണ്ടാവില്ല. ചിലർക്ക് എന്താണ് കുടുംബങ്ങളും സ്കൂളും തമ്മിൽ നല്ല രീതിയിൽ പ്രാധാന്യം നൽകുന്ന സ്കൂൾ എന്ന് പറഞ്ഞാൽ ആർക്ക് നല്ല രീതിയിൽ ടീച്ചേഴ്സിനായാലും അതുപോലെ തന്നെ സ്റ്റുഡൻസിനായാലും നല്ല രീതിയിൽ പ്രാധാന്യം കൊടുക്കുന്ന ഫാമിലീസും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്കൂളുകളും കുടുംബങ്ങളും തമ്മിൽ നല്ലൊരു മനോഭാവം അല്ലെങ്കിൽ ചേഞ്ചസ് ആവശ്യമാണെന്നാണ് പറയുന്നത്. കുട്ടികളുടെ ഡെവലപ്മെന്റ് ആണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് അല്ലെ. അപ്പൊ എന്താണ് കുട്ടികളുടെ ഡെവലപ്മെന്റിന് എന്താ ആവശ്യം? സ്കൂളുകളിൽ പഠിപ്പിക്കല് മാത്രമല്ല, ഓരോ കാര്യങ്ങളിലും പങ്കെടുപ്പിക്കലായാലും എല്ലാം പഠിപ്പും ഒപ്പം തന്നെ നമുക്ക് എന്ത് വേണം, ഓരോ കാര്യങ്ങളില് ഇപ്പൊ കുട്ടിക്ക് ചിലപ്പോൾ കരാട്ടെ ആയിരിക്കും താല്പര്യം, ചിലപ്പോൾ പാട്ട് പാടാനായിരിക്കാം, ചിലപ്പോൾ വയലിൻ വായിക്കാനായിരിക്കാം. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ച് ഡെവലപ്പ് ചെയ്ത് എടുപ്പിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ രണ്ടുപേരും സ്കൂളും അതുപോലെ തന്നെ എന്തും കുടുംബവും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു പാർട്ട്ണർഷിപ്പിൽ ഏർപ്പെടേണ്ടത് അത്യാവശ്യമാണ്. വിദ്യാഭ്യാസത്തിൽ പരസ്പരം സഹായിക്കുന്ന പങ്കാളികളായിട്ട് രണ്ടുപേരും മാറണം അല്ലെ. ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസത്തിന് ആരൊക്കെ സഹായിക്കുന്നുണ്ട്? പാരന്റ്സ് മാത്രം ഉണ്ടെങ്കിൽ പറ്റൂ? ഇല്ല അല്ലെ. എന്താണ്, സ്കൂളും കൂടിയും ഒപ്പം നിന്നുകൊണ്ട് രണ്ടുപേരും, സ്കൂളായാലും പാരന്റ്സ് ആയാലും ഒപ്പം നിന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് ആ കുട്ടിയെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് വിഷൻ എന്ന് പറഞ്ഞാൽ? വിഷൻ മനസ്സിലായ? വിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ ആ ഒരു അവസ്ഥ എങ്ങനെ കൈവരിക്കണം, ആ ഒരു ലക്ഷ്യം നമ്മൾ എങ്ങനെ നേടണം എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടാണ് അല്ലേ മാം? ഇതിലെന്താ മനസ്സിലായേ? Parents and community members are actively involved in and share responsibility for the education and well-being of children and young people. അതായത് മാതാപിതാക്കളും സമൂഹ അംഗങ്ങളും കുട്ടികളും യുവാക്കളും അവരെല്ലാവരും കൂടി ചേർന്ന് വിദ്യാഭ്യാസത്തിന്റെ ഒരു ക്ഷേമത്തിലും ആ ഒരു വിദ്യാഭ്യാസത്തില് സജീവമായി പങ്കെടുക്കുക, അവരുടെ ആ ഒരു ഉത്തരവാദിത്തങ്ങള് എല്ലാവരും ഷെയർ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കിടുക, അതിനെ കുറിച്ച് പറയുന്നു. They work in partnership with educators to support the achievement of a high quality, academically challenging and culturally affirming education program and responsive, inclusive and caring learning environment. അധ്യാപകരുമായിട്ട് ചേർന്ന് ഉയർന്ന നിലവാരമുള്ള വിദ്യാഭ്യാസം നൽകുന്നതിനും കുട്ടികളുടെ പഠനശേഷി വളർത്തുക, അവരുടെ സംസ്കാരത്തെ അത് നമ്മൾ മാനിക്കണം, അത് അവരെ എല്ലാവരും ഉൾക്കൊള്ളുക, അവരെ കരുതുക, അവരുടെ ആ ഒരു പഠന അന്തരീക്ഷം നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു. അങ്ങനെ school are center of learning for their communities, open and welcoming and the hub of a range of community services and programs that address students' needs and strengthen the learning program. സ്കൂൾ സമൂഹത്തിന്റെ പഠന കേന്ദ്രങ്ങളായിരിക്കണം. എല്ലാവർക്കും തുറന്നതും എപ്പോഴും ഒരു വെൽക്കമിങ് ഫീൽ ആയിരിക്കണം. വിദ്യാർത്ഥികളുടെ അവരുടെ ഒരു ആവശ്യങ്ങൾ അത് നമുക്ക് അതിനുള്ളൊരു സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റണം, അത് പരിഹരിക്കാൻ പറ്റണം. അവരുടെ പ്രവർത്തനങ്ങളെ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ ശക്തിപ്പെടുത്തുക, അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി സർവീസിന്റെ ആ ഒരു പ്രോഗ്രാം അതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു കേന്ദ്രമായിട്ട് പ്രവർത്തിക്കണം.
There is a high degree of mutual respect and trust and public confidence in and support for education. സ്കൂള്, കുടുംബം, സമൂഹം എന്നിവർക്കിടയിലുള്ള ഒരു പരസ്പര ഒരു ബഹുമാനം, ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ഒരു ട്രസ്റ്റ് അതുണ്ടായിരിക്കണം. ആ ഒരു പൊതുസമൂഹത്തിന് അങ്ങനെ ആ ഒരു വിശ്വാസവും ആ ഒരു പിന്തുണയും ഉണ്ടായിരിക്കണം എന്നാണ് വിഷനിലൂടെ എനിക്ക് മനസ്സിലായത്. ഓക്കെ, കറക്റ്റ് ആണ് കുട്ടി പറഞ്ഞത്. നന്നായിരുന്നു കേട്ടോ സ്മിയ. ഓക്കെ, നന്നായിരുന്നു. Thank you, ma'am. നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട് അല്ലെ? ഓക്കെ, വിഷ് മനസ്സിലായില്ലേ? സത്യം പറഞ്ഞാല് എല്ലാത്തിലും വരുന്നത് എന്ത് പോയിന്റ് ആണ്? ഞാൻ പറഞ്ഞില്ലേ നേരത്തെ അല്ലെ? ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് തന്നെയാണ് അല്ലെ എല്ലാ പോയിന്റിലും വരുന്നത്. നമുക്ക് വായിക്കുമ്പോ അയ്യോ ഇത് തന്നെയാണല്ലോ ഇത് തന്നെയാണല്ലോ ഇതെന്നുള്ള രീതിയിലാണ് നമ്മൾ അല്ലെ? അത് തന്നെയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രിൻസിപ്പിൾസ് എന്നാണ് കേട്ടോ. അവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വേണ്ട, നിങ്ങളത് ജസ്റ്റ് ഒന്ന് തിരുത്താട്ടോ. ഒക്കെ കയറി വന്നിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് വിച്ച് underpin effective family school partnerships. ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന്റെ പ്രിൻസിപ്പിൾസ് എന്താണെന്നാണ് അവിടെ പോയിന്റ് വൈസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പഠിച്ചു നോക്കാം കേട്ടോ. എളുപ്പമുള്ള പോയിന്റ്സുകളാണ് അല്ലെ? വായിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് ക്യാച്ച് ആവുന്ന പോയിന്റ്സ് ആണ് പ്രിൻസിപ്പിൾസിൽ വരുന്നത്. കഴിഞ്ഞോ? ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്തോളൂ. എന്തൊക്കെയാ പ്രിൻസിപ്പിൾസ്? ഒരു 11 ഉണ്ട് അല്ലെ? ഓക്കെ, ഏതൊക്കെയാ വരുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് കുട്ടികൾക്ക് അവരുടെ ഏറ്റവും മികച്ചത് കിട്ടാൻ വേണ്ടിയിട്ട് കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഫാമിലി ആഗ്രഹിക്കുന്നുണ്ട് കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് തന്നെ കിട്ടണം എന്നുള്ളത്. പിന്നെ ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടെ പൂർണ്ണമായിട്ടുള്ള ലക്ഷ്യങ്ങളിലേക്ക് എത്തിപ്പെടാനുള്ള അവകാശങ്ങളുണ്ട്.
അതുപോലെ ഫാമിലിയാണ് കുട്ടികളുടെ ആദ്യത്തെയും പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അല്ലെങ്കിൽ അധ്യാപകരെന്ന് പറയുന്നത്. പിന്നെ 4th വൺ പറയുന്നത് ഫലപ്രദമായിട്ടുള്ള ഒരു പരിപോഷണവും പിന്തുണയും സപ്പോർട്ട് നല്ല പഠന അന്തരീക്ഷം എല്ലാം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 5th വൺ പറയുന്നത് കുടുംബങ്ങള് സ്കൂള് ഗുണനിലവാരമുള്ള അധ്യാപനത്തെയൊക്കെ വിലമതിക്കുന്നു, ഒരു മൂല്യത്തോടെ കാണുകയും അവരുടെ ആ ഒരു കഴിവിനെ, അധ്യാപകരുടെ കഴിവിനെ എല്ലാം ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ 6th വൺ പറയുന്നത് കുടുംബവും സ്കൂളും കുടുംബത്തിന്റെ മഹിമയെ അല്ലെങ്കിൽ അവരുടെ ഒരു ഇമ്പോർട്ടൻസിനെ നല്ല രീതിയിൽ മാനിക്കുന്നുണ്ട്. അതുപോലെ സൊസൈറ്റി ആയിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നല്ല ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്രോതസ്സായിട്ടെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ 7th വൺ പറയുന്നത് മെയിനായിട്ട് കുടുംബം സ്കൂള് അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പിൽ പരസ്പരം ആ ഒരു വിശ്വാസം അല്ലെങ്കിൽ അവരുടെ ആ ഒരു റെസ്പോൺസിബിലിറ്റി എന്നിവയിൽ അധിഷ്ഠിതമായിട്ട് നിൽക്കുന്നതാണ്. പിന്നെ 8th വൺ പറയുന്നത് ഇവിടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, അതായത് ഒരു നല്ല പാർട്ട്ണർഷിപ്പ് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നേതൃത്വം നിലനിർത്തുകയും അത് ഇങ്ങനെ ഓരോ സാഹചര്യത്തിനനുസരിച്ചൊക്കെ പുതുക്കിയെടുത്തുകൊണ്ട് പോകുന്നതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നുണ്ട്. പിന്നെ 9th വൺ പറയുന്നത് കുടുംബം സ്കൂള് അവരുടെ ആ ഒരു പാർട്ട്ണർഷിപ്പ് എല്ലാം വിദ്യാർത്ഥികളുടെ നല്ല രീതിയിൽ മോട്ടിവേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ 10ാമത്തെ പറയുന്നത് ഫാമിലി സ്കൂള് അവരുടെ ആ ഒരു റിലേഷൻ പാർട്ട്ണർഷിപ്പ് അത് സമൂഹവും തമ്മിലുള്ള നല്ല രീതിയിലുള്ള ഒരു ബന്ധം വളർത്തിയെടുക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ 11th പറയുന്നത് ഫാമിലിയും സ്കൂളും അവരെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ സംഘടനകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു പങ്കാളിത്തം സാധ്യമാക്കാന്ന് പറയുന്നുണ്ട്. 10ാമത്തേത് കണക്ഷൻസ് എന്നാണ് കേട്ടോ. അത് അപ്പൊ വൈകിയൊക്കെ ഇവിടെ കയറി വന്നിട്ടുണ്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, തിരുത്താട്ടോ നിങ്ങള് വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താം, ചിലപ്പോൾ നമ്മൾ കാണില്ല, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ വളരെ എളുപ്പത്തിലുള്ള ഒരു എന്താ പറയാ നമുക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള പ്രിൻസിപ്പിൾസ് ആണ് അല്ലെ. ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞത് അല്ലെ. ഓക്കെ, എന്താണ് ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. അതായത് എന്താണ്, എല്ലാ കുടുംബങ്ങളും സ്കൂളുകളും കുട്ടികൾക്ക് ഏറ്റവും നല്ലത് വരാനായിട്ടാണ് അവർ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ എന്താ, എന്റെ കുട്ടി ചീത്തയാവണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികൾ, ഞങ്ങളുടെ സ്കൂളിലേക്ക് വന്ന കുട്ടികൾ എന്താണ്, നമ്മൾ പറയാറുണ്ടല്ലേ മോണ്ടിസോറി ക്ലാസ്സുകളിൽ നമ്മൾക്ക് കിട്ടുന്ന കുട്ടികളെ നമ്മളേതായിട്ടുള്ള രീതിയിൽ നമ്മളുടേതെന്ന് നമ്മൾ കാണണം അല്ലെ, നമ്മളുടെ സ്വന്തം കുട്ടികളായിട്ട് വേണം കാണാൻ അല്ലെ. ഒരു കുട്ടി പോലും അല്ലെങ്കിൽ ഒരു ടീച്ചേഴ്സ് പോലും ആഗ്രഹിക്കുന്നുണ്ടാവില്ല ഞാൻ പഠിപ്പിച്ച കുട്ടികൾ ചീത്തയായി പോകണം എന്നുള്ള രീതിയിൽ ഇല്ലേ. നല്ലതായി കാണാനായിട്ടാണ് പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ആഗ്രഹിക്കുന്നത്. ഏറ്റവും ബെസ്റ്റ് ചിൽഡ്രൻ ആയിട്ട് വളരാനായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. നമ്മുടെ നാഷണലിന്റെ അസറ്റ് എന്ന് പറയുന്നത് ആരെയാണ്, പഠിച്ചിട്ടുണ്ടോ? ഡിപ്ലോമയിൽ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? ചൈൽഡ് വെൽഫെയറിലൊക്കെ ഓർമ്മയുണ്ടോ? ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് വിദ്യാർത്ഥികൾ. എന്താണ്, ചിൽഡ്രൻസ് അല്ലെ. ചിൽഡ്രൻസ് ആണ് എന്താണ് നമ്മുടെ നാഷണൽ അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും ഓരോ ഫാമിലീസ് ആയാലും പാരന്റ്സ് ആയാലും സ്കൂളിലെ ടീച്ചേഴ്സ് ആയാലും ആഗ്രഹിക്കുന്നത് ഏറ്റവും ബെസ്റ്റ് സ്റ്റുഡൻസ് ആയിട്ട് വളരാനായിട്ടാണ് അല്ലെ. അത്തരത്തിലുള്ള ഒരു മാതൃകയിലൂടെയാണ് രണ്ടുപേരും, പാരന്റ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഓക്കെ, ഇനി രണ്ടാമതായിട്ട് പറയുന്നത് ഓരോ കുട്ടികൾക്കും തന്റെ കഴിവിന്റെ പരമാവധി വളരാനായിട്ടുള്ള അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട് അല്ലെ. ഇല്ല ഇപ്പൊ എന്താ പറയാ, പാരന്റ്സ് ആയാലും ഇന്നത് വേണം അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം അല്ലെങ്കിൽ ഇന്നത് പഠിക്കണം എന്ന് പറയുമ്പോൾ നീ പഠിച്ചോ, ഓക്കെ നിനക്ക് എന്താ ഇഷ്ടം, ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലെ. നമുക്ക് വന്ന ഗതികേട് കുട്ടികൾക്ക് ഉണ്ടാവരുത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നല്ല രീതിയിലുള്ള ഹൈ ക്ലാസ് ആയിട്ടുള്ള സ്കൂളുകളിലൊക്കെ കുട്ടികളെ ചേർക്കുന്നത്. ഇപ്പോഴുള്ള പാരന്റ്സ് ഒക്കെ ഗവൺമെന്റ് സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നത് വളരെ കുറവാണ് ഇല്ലേ. എല്ലാവരും CBSE സ്കൂളിലും കാര്യങ്ങളൊക്കെയാണ് പഠിപ്പിക്കുന്നത് അല്ലെ. എന്താണ്, നമുക്ക് വിദ്യാഭ്യാസം കുറവായിരുന്നു, പക്ഷെ നമ്മളുടെ ആ ഒരു രീതിക്ക് കുട്ടികൾ വളരരുത്, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിട്ട് വളരണം എന്നുള്ള രീതിക്കാണ് പാരന്റ്സ് ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂളിലായാലും ഓപ്പർച്യൂണിറ്റീസ്, പല രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. സ്പോർട്സ്, ആർട്സ്, അങ്ങനെ പല രീതിയിൽ അല്ലെ. യൂത്ത് ഫെസ്റ്റിവൽ ഡേ, അതുപോലെ തന്നെ എന്താണ് ഈ ആനുവൽ ഡേ, യൂത്ത് ഫെസ്റ്റിവൽ, ഇതൊക്കെ എന്താണ് അവിടെ നടത്തുന്നുണ്ട്. കുട്ടികളെ പങ്കെടുപ്പിക്കുന്നുണ്ട് അല്ലെ ഓരോ പ്രോഗ്രാംസിലായാലും. അതുപോലെ തന്നെ ക്വിസ് കോമ്പറ്റീഷൻ
എക്സിബിഷൻ അല്ല, ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ, ഇതിലൊക്കെ എന്താണ് ഓരോ കുട്ടികളെയും മാതാപിതാക്കളായാലും അതുപോലെ തന്നെ ടീച്ചേഴ്സ് ആയാലും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അവർക്ക് പഠനത്തിലായാലും മറ്റു കരിക്കുലം ആക്ടിവിറ്റീസിലായാലും ഓരോ അവസരങ്ങള് രണ്ടുപേരും കൊടുക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ് മൂന്നാമതായിട്ട് പറയുന്നത്, കുട്ടിയുടെ ആദ്യത്തെയും അവസാനത്തെ എന്താണ് തുടർച്ചയായിട്ടുള്ള അല്ലെ, അവസാനത്തെ അല്ല തുടർച്ചയായിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ അല്ലെ, തുടർച്ചയായിട്ടുള്ള ഫസ്റ്റ് ടീച്ചർ എന്ന് പറയുന്നത് ആരാണ്? ഫാമിലീസ് ആണ്. ഫാമിലി ആണ്. ഇനി അതുപോലെ തന്നെ നാലാമത് പറയുന്നത് എന്താണ്, നമ്മുടെ സ്കൂളില് കുട്ടികൾക്ക് ഏറ്റവും സ്നേഹവും അല്ലെ, അല്ലെങ്കിൽ എല്ലാ ടീച്ചേഴ്സും, ചില ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ടല്ലേ, എന്താണ് എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണണം എന്നാണ് പറയുന്നത് ഇല്ലേ? പക്ഷെ എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോ? ഇല്ല മാം, ഡിഫറൻസ് കാണിക്കാറുണ്ട്. ചില ടൈമില് ചില ടീച്ചേഴ്സ് ഒക്കെ അങ്ങനെ ഡിഫറൻസ് ഒക്കെ കാണിക്കാറുണ്ട് അല്ലെ, അല്ലെങ്കിൽ എന്താ ഫേവറേറ്റിസം കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ നല്ല രീതിയിൽ പഠിക്കുന്ന കുട്ടികളെ എപ്പോഴും അവര് പ്രോത്സാഹിപ്പിക്കും അല്ലെ, ബാക്കിയുള്ള കുട്ടികളെ ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടാവും, പക്ഷെ എന്നാലും ഒരു ഏറ്റവും കൂടുതൽ ഇഷ്ടം വരുന്നത് അവരോടായിരിക്കും അല്ലെ. ഇപ്പൊ ഇടയ്ക്ക് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട് കേട്ടോ. എന്താ പറയാ, മോണ്ടിസോറി ക്ലാസ് എടുക്കുമ്പോൾ ചില കുട്ടികൾ നമ്മൾ എന്ത് പറഞ്ഞാലും അവര് തയ്യാറായിരിക്കും ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും ഓരോ ക്ലാസ്സിൽ പറയാറുണ്ട്, നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങളാണ്, നിങ്ങളത് യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ചിലരോട് എന്തെങ്കിലും പറഞ്ഞാൽ, ഇപ്പൊ പാട്ട് പാടാൻ, സ്പീച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടോപ്പിക് കൊടുത്തിട്ട് അത് അവതരിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ റെഡിയാണ്. പൊട്ടത്തെറ്റായിരിക്കും ചിലപ്പോൾ പറയുന്നത് അല്ല, അങ്ങനെ ഞാൻ പറയാറുണ്ട്, തെറ്റായാലും തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, നമ്മൾ തെറ്റുകളിൽ നിന്നാണ് ശരിയിലേക്ക് വരുന്നത്. പക്ഷെ എന്നാലും അവർക്ക് ഒരു മോട്ടിവേഷൻ കൊടുത്താലും ചെയ്യാത്ത പിള്ളേര് ഇപ്പോഴും ഉണ്ട് നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ ഇല്ലേ. അവരെന്താ അവിടെ തന്നെ ഇരിക്കും. നമ്മൾ എന്ത് പറഞ്ഞാലും, ഇപ്പൊ ജോലി കിട്ടി, ചിലപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും അങ്ങനത്തെ കാര്യങ്ങള്, ജോലി കിട്ടി നമ്മളൊരു സ്കൂളിൽ പോകുമ്പോ അവിടുത്തെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ പ്രിൻസിപ്പൾ പറയണേണ് ഒരു സ്പീച്ച് പറയാ അസംബ്ലിയില്. ഓക്കെ, ഇപ്പൊ പറയാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികള് എന്താണ് അവസരങ്ങൾ കൊടുക്കുമ്പോൾ ചാടി കയറി പറയുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് പറയാനായിട്ട് ഒരു മടി ഉണ്ടാവില്ല അല്ലെ. പക്ഷെ എന്താ മടിഞ്ഞു നിൽക്കുന്ന, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് മടിയാണ്, അല്ലെങ്കിൽ എന്ത് വിചാരിക്കും ടീച്ചർ, എന്ത് വിചാരിക്കും കുട്ടികൾ, എന്ത് വിചാരിക്കും, അങ്ങനെ പറയുന്ന കുട്ടികളാണെങ്കിൽ അവിടെ ഇങ്ങനെ മടിഞ്ഞിരിക്കും. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? പറ്റോ? പ്രിൻസിപ്പളിന്റെ മുമ്പിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ? അത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അല്ലെ. എന്താ, അവസരങ്ങൾ കൊടുക്കുമ്പോ അല്ലെങ്കിൽ അവസരങ്ങൾ കിട്ടുമ്പോ നമ്മൾ എന്ത് ചെയ്യണം? ആ അവസരങ്ങൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ എന്താ, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിൽ ഇരിക്കും നമ്മൾ. അങ്ങനെ ആവരുത് അല്ലെ. നമ്മൾ ടീച്ചേഴ്സ് ആണ് അല്ലെ, ഓടിച്ചാടി പിള്ളേരുടെ മുമ്പിൽ നല്ല രീതിയിൽ ഓടിച്ചാടി നടക്കുന്ന ടീച്ചേഴ്സിനെ പോലെ ആവണം നമ്മൾ അല്ലെ. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. പിന്നെ എന്താണ്, രേഷ്മ, ഓക്കെ, രേഷ്മ എങ്ങനെയാണോ? എനിക്കറിയില്ല കേട്ടോ, പഠിപ്പിക്കാത്തോണ്ട് എനിക്കറിയില്ല. എങ്ങനെയാ രേഷ്മ? ഇല്ല മാം, യൂട്ടിലൈസ് ചെയ്യണം. ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ആ ടൈമിൽ. രേഷ്മ കുഴപ്പമില്ല, നമ്മള് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ആള് ചടിക്കറിയൊക്കെ പറയാറുണ്ടല്ലേ. ഓക്കെ, നല്ല കുട്ടിയാണ് അല്ലെ. ഓക്കെ ഓക്കെ, ഇനി എന്താണ് നമ്മൾ നാലാമത്തെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഇനി നാലാമത്തെ കാര്യം നമ്മൾ പറഞ്ഞോ, ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മൾ പറഞ്ഞത്. ഏതാ നമ്മൾ പറഞ്ഞത്? ഓക്കെ, എന്താ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, അവരെ സപ്പോർട്ട് ചെയ്യുക അല്ലെ. സ്കൂളായാലും അതുപോലെ തന്നെ ഈ പാരന്റ്സ് ആയാലും, സ്കൂളുകളായാലും പാരന്റ്സ് ആയാലും ഒരു ലേണിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെ. അല്ലെങ്കിൽ നീ പഠിക്കാൻ പോണ്ട, ഇത്രയും പഠിച്ചാൽ മതി എന്നൊക്കെ പറയാറുണ്ടോ? ഇല്ല, നമ്മളായാലും സ്കൂളുകാരായാലും എന്ത് ചെയ്യുന്നുണ്ട്, ലേണിങ്ങിന് അല്ലെ, അവർ സപ്പോർട്ടീവ് ആയിട്ട് ഓരോ കാര്യങ്ങളും പഠിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടായാലും മറ്റു കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ടിട്ടായാലും അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കുട്ടികളെ. പിന്നെ എന്താണ് അഞ്ചാമതായിട്ട് പറയുന്നത്? അഞ്ചാമതായിട്ട് എന്താ പറയുന്നത്? കുടുംബങ്ങളും സ്കൂളുകളും നല്ലൊരു അധ്യാപനത്തെ വിലയിരുത്തുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ അധ്യാപകരുടെ കഴിവുകളെ ബഹുമാനിക്കുന്നുണ്ട്. ഇപ്പൊ ചില ടീച്ചേഴ്സിനൊക്കെ എല്ലാ പാരന്റ്സും ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം. അവരെന്താണ് കുട്ടികൾക്ക് കൊടുക്കുന്ന കെയർ, അതുപോലെ തന്നെ ചിലപ്പോ പഠിപ്പിക്കുന്ന രീതി ആയിരിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്റെ എക്സ്പീരിയൻസ് ഇവിടെ. എന്താ LKG ടീച്ചർ പഠിപ്പിച്ചപ്പോ, എന്റെ മോളെ പഠിപ്പിച്ചപ്പോ ഇങ്ങനെ അവള് പഠിക്കില്ല, ഇതാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. കാരണം എന്താ, കുട്ടികളൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നേ ഉള്ളൂ, LKG ആയിട്ടുള്ളൂ, വയസ്സ് കറക്റ്റ് ആയിട്ട് എത്തിയിട്ടും കൂടി ഇല്ല കറക്റ്റ് ആയിട്ട്. എന്നിട്ടാണ് നമ്മൾ LKG കൊണ്ടുപോയി ചേർക്കുന്നത്. അപ്പൊ അവരെന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് പഠിപ്പിക്കേണ്ടത് അവരുടെ കടമയാണല്ലേ. നമ്മൾ വീട്ടിൽ വരുമ്പോഴും നമ്മൾ നോക്കുന്നുണ്ട്, എന്നിരുന്നാലും കൂടിയും ആളെ പഠിച്ചു വരുന്നേ ഉള്ളൂ. എല്ലാ സ്റ്റുഡൻസും അങ്ങനെയാണ്. ആ ടൈമിൽ അവർ പഠിച്ചോളും, പക്ഷെ അത് തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പിന്നീട്
യു കെ ജിയില് ടീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ടീച്ചറെ എവിടെ പോയി കണ്ടാലും ഇപ്പൊ സ്കൂളിലായാലും LP-യിലോട്ട് വന്നല്ലോ, UKG സെക്ഷൻ വേറെയാണ്. അപ്പൊ ആ ടീച്ചറെ കാണുമ്പോൾ ഓടിപ്പോയി കെട്ടിപ്പിടിക്കുക, അങ്ങനത്തെ ഒരു നല്ലൊരു കെയറിങ് ആണ് ആ ടീച്ചർ. സംസാരിക്കുന്നതായാലും നമ്മളിപ്പോ സംസാരിക്കുന്നതായാലും ഇപ്പൊ മെസ്സേജ് അയക്കും, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ളൊരു എന്താ പറയാ ഒരു സപ്പോർട്ട്, അതുപോലെ തന്നെ നല്ല രീതിയിൽ നമുക്ക് ആ ടീച്ചറെ ബഹുമാനിക്കാൻ തോന്നും. നമുക്ക് എവിടെ വെച്ച് കണ്ടാലും വർത്താനം പറയാ, അങ്ങനെയുള്ളൊരു കഴിവുകൾ അല്ലെ. ഇപ്പൊ പാരന്റ്സ് ആയാലും ആ ടീച്ചേഴ്സിനെ ഓർത്ത് വെക്കുമ്പോ എന്താ പറയാ അവരുടെ കഴിവുകളായാലും അവരെ ഓർത്ത് വെക്കാനായിട്ടും അവരെ ബഹുമാനിക്കാനായിട്ടും ഫാമിലി ടീച്ചേഴ്സ് ഒരു ബന്ധം അല്ലെ, സ്കൂള് നല്ല രീതിയിലുള്ള ബന്ധം പാർട്ട്ണർഷിപ്പിലേക്ക് വിലമതിക്കുന്നുണ്ട് അല്ലെ പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് കുടുംബങ്ങളായാലും സ്കൂളുകളായാലും നല്ലൊരു അധ്യാപനത്തെ വിലമതിക്കുകയും അധ്യാപകരുടെ കഴിവുകളെ അവർ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് ആറാമത്തെ പോയിന്റ് ആണ്, ഓരോ കുടുംബത്തിന്റെയും വ്യത്യാസങ്ങളും കഴിവുകളും അംഗീകരിച്ച് അവ ഉപയോഗിച്ച് നല്ലൊരു ബന്ധവും സഹകരണവും ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പൊ പലരും എന്താണ് ക്യാഷ് ടീമോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല, ചിലപ്പോ ഒരു മിഡിൽ ലെവൽ ഫാമിലി ആയിരിക്കും അല്ലെ, സാധാരണ ജീവിതം നയിക്കുന്ന ഫാമിലീസ്. അപ്പോ നമുക്ക് എന്താണ് സ്കൂളുകളിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ സെപ്പറേറ്റ് ആയിട്ടൊന്നും കാണില്ല, എല്ലാവരെയും ഒരുമിച്ച് ഒരു ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യാനായിട്ട് സ്കൂളുകാരെ നോക്കുന്നുണ്ട് അല്ലെ. അത്തരത്തിലുള്ള കാര്യങ്ങൾ അവരുടെ സഹകരിച്ച് പ്രവർത്തിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് കുടുംബങ്ങളായാലും സ്കൂളുകളായാലും തമ്മിലുള്ള പരസ്പര സഹകരണ ഉത്തരവാദിത്തം, ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തം ഇതാണ്, സ്കൂളിന്റെ ഉത്തരവാദിത്തം ഇതാണ്, പാരന്റ്സിന്റെ ഉത്തരവാദിത്തം ഇതാണ്. പരസ്പരം അവർ ബഹുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ട്രസ്റ്റ് രണ്ടുപേർക്കും അല്ലെ. നമ്മളുടെ കുട്ടികളെയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോയിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെ, അപ്പൊ അവരില് നമ്മൾ ട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു വിശ്വാസം അർപ്പിക്കണം. അതുപോലെ തന്നെ തിരിച്ചും അങ്ങോട്ടേക്ക് അല്ലെ, തിരിച്ചും അവരിങ്ങോട്ടേക്കും ഫാമിലി ആയാലും സ്കൂളുകളായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വിശ്വാസം ഉണ്ടാകണമെന്നാണ് പറയുന്നത്. ഓക്കെ, അതിലൂടെ നമുക്ക് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു നേതൃത്വം, ലീഡർഷിപ്പ് അല്ലെ. ഓക്കെ, നേതൃത്വമാണ് ഈ ബന്ധങ്ങൾ ഉണ്ടാക്കാനായിട്ടായാലും നിലനിർത്തി കൊണ്ടുപോകാനായിട്ടും സാധിക്കുന്നത്. ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, രണ്ടുപേർക്കുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഇംപ്രൂവ് സ്റ്റുഡൻസ് മോട്ടിവേഷൻ ആൻഡ് ലേണിംഗ് അല്ലെ. എന്താണ് അവർക്ക് മോട്ടിവേഷൻ കൊടുക്കുക. ഇപ്പൊ ടീച്ചേഴ്സ് ആയാലും കുട്ടികളൊക്കെ പഠിപ്പിക്കുമ്പോൾ അവർക്ക് ഇപ്പൊ പഠനത്തിൽ ചിലപ്പോൾ നല്ല രീതിയിൽ മികച്ചു നിൽക്കുന്ന കുട്ടിയായിരിക്കാം, പിന്നീട് അവൻ ഡൗൺ ആയി പോകുമ്പോൾ എന്താണ് കാരണം, എന്താണ് മാർക്ക് കുറഞ്ഞു പോകാനായിട്ട് കാരണം എന്നുള്ളതൊക്കെ അവരോട് ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പൊ ചിലപ്പോ ഫാമിലിയിൽ ഉണ്ടാകുന്ന ചിലപ്പോ സപ്പോർട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അപ്പനമ്മ ഡിവോഴ്സ് കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികളെ ഡൗൺ ആക്കി കൊണ്ടുപോകാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്താണ് ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പ്രശ്നം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്താ കാരണം, അപ്പൊ അവരെ മോട്ടിവേറ്റ് ഒന്ന് ചെയ്ത് കൊടുക്കുക അല്ലെ. അവരോടൊപ്പം നിന്നുകൊണ്ട് ഓരോ കാര്യങ്ങൾ, ഇപ്പൊ മാത്സിലായിരിക്കാം ചിലപ്പോൾ അവന് ഇത്തിരി മാർക്ക് കുറഞ്ഞു പോയത്, അപ്പൊ എന്തായിരിക്കാം റീസൺ എന്നുള്ളത് മനസ്സിലാക്കി ടീച്ചേഴ്സ് ഒന്ന് മനസ്സിലാക്കി ഒപ്പം നിന്നുകൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്താൽ ഒന്നും കൂടി അവൻ എന്താവും ഇൻക്രീസ് ആവും അല്ലെ, നല്ല രീതിയിൽ ഉയർന്നു വരാനായിട്ട് ഡെവലപ്പ് ആവാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ പാരന്റ്സ് ആയാലും എന്താണ്, ഇപ്പൊ ചിലവരുണ്ട് അവന് മാർക്ക് കൂടി നിനക്ക് എന്താ മാർക്ക് കുറഞ്ഞ്, ഇത്രയും മാർക്ക് ഉള്ളൂ, ഇപ്പൊ 95 മാർക്ക് ഉണ്ടാവും. ചിലപ്പോ എന്നാലും പറയും ബാക്കി 2 മാർക്ക് എവിടെ പോയി, അവന് മാർക്ക് ഉണ്ടല്ലോ. കമ്പയർ ചെയ്യാറുണ്ടോ നിങ്ങള്? ഉണ്ടോ? നമ്മളെല്ലാവരും കമ്പയർ ചെയ്യുന്ന പാരന്റ്സ് ഇല്ല, അറിയാൻ മതി. ഓക്കെ, ഞാൻ പറയാറ് നീ നിന്റെ കഴിവിൽ നോക്കിയാൽ മതി, വേറെ ആരും നോക്കണ്ടെന്ന് പറയാം. നോക്കണ്ട, ഒരിക്കലും ആരും കമ്പയർ ചെയ്യാറില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ കുട്ടികളെ കമ്പയർ ചെയ്ത് നമ്മൾ പറയാൻ പാടില്ല അല്ലെ. അവൻ അത്രയും മാർക്ക് ഉണ്ടല്ലോ, നിനക്ക് എന്താ മാർക്ക് കുറഞ്ഞേ അല്ലെ, ബാക്കി 2 മാർക്കോടെ പോയി, ബാക്കി അര മാർക്കോടെ പോയി, ഇതൊക്കെ നമ്മൾ കാണാറുള്ളതാണ് റീൽസ് ആയാലും. അതുപോലെ തന്നെ അങ്ങനെയുള്ള കമ്പയറിങ് ഒരു മെന്റാലിറ്റി നമുക്കുണ്ട്, പാരന്റ്സിനുണ്ടല്ലോ. അപ്പൊ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ കുട്ടികൾ എന്താണ് മാർക്ക് കുറഞ്ഞത് അത് മനസ്സിലാക്കി ട്യൂഷൻ കൊടുക്കണോ, അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം ഇപ്പൊ പാരന്റ്സ് ശ്രദ്ധിക്കാത്ത ഒരു രീതിയായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരോടൊപ്പം നിന്നുകൊണ്ട് എന്താണ് ഇപ്പൊ ചിലപ്പോൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ആ പണി അവിടെ ഇട്ടിട്ട് കുട്ടികളുടെ കൂടെ ഇരുന്ന് കുറച്ചു നേരം അവരെ പഠിപ്പിച്ച് നല്ല രീതിയിലേക്ക് ഡെവലപ്പ് ആവാനായിട്ട് ശ്രദ്ധിക്കാം. എന്നിട്ട് നമുക്ക് എന്താണ് നമ്മുടെ പണി കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പൊ അത്തരത്തിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യുക, അവരോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് അതിൽ ഡെവലപ്മെന്റ് ഉണ്ടാവും. ടീച്ചേഴ്സ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒപ്പം നമ്മളും ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ. ഇനി പത്താമത്തെ കാര്യം എന്താ പറഞ്ഞ, അതായത് എന്താണ് സ്കൂളിനെയും അതുപോലെ തന്നെ സമൂഹത്തിനെയും കൂടുതൽ ശക്തമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒന്നാണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നല്ല രീതിയിൽ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡെവലപ്മെന്റ് കുട്ടികൾക്കും സ്കൂളിനും ഉണ്ടാകുന്നു അല്ലെ. ഇനി എന്താണ് ലാസ്റ്റ് 11th വൺ എന്താ പറയുന്നത്? പാർട്ണർഷിപ്പ് ക്യാൻ ഇൻവോൾവ് ഓൾ ഓർഗനൈസേഷൻസ് ദാറ്റ് സപ്പോർട്ട് ഫാമിലീസ് ആൻഡ് സ്കൂൾസ്. കുടുംബങ്ങളെയും സ്കൂളുകളെയും സഹായിക്കുന്ന ഒരു സംഘടന, എല്ലാ സംഘടനകളും ഈ പാർട്ണർഷിപ്പിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, ഇപ്പോ എന്താ പറയാ, ഫാമിലീസ് ആയാലും സ്കൂളുകളായാലും മറ്റ് കമ്മ്യൂണിറ്റീസ് ആയാലും ചേർന്ന് നിന്നുകൊണ്ടാണ് നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവുക അല്ലെ. സ്കൂളിനായാലും അതുപോലെ തന്നെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? രണ്ടുപേരും ഒരുമിച്ച് നിന്നുകൊണ്ട് സഹകരിച്ച് പ്രവർത്തിച്ചാൽ മാത്രമാണ്. കമ്മ്യൂണിറ്റിയെയും കൂടി നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡെവലപ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞത്. ക്ലിയർ ആയില്ലേ? പ്രിൻസിപ്പിൾസ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, ടൈം ആയിട്ടുണ്ട്. നാളെ 2:30 ആതിര മിസ് ആയിരിക്കും. ആതിര മിസ്സിന്റെ അവറായിരുന്നു, ഒരു അഡ്ജസ്റ്റ്മെന്റ് വന്നത് കൊണ്ടാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ 2:30 നാളെ 2 പേര് സെമിനാർ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2:30 ഞാൻ വരും. ആതിര മിസ്സിന്റെ ക്ലാസ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ വരും. അവരിവിടെ പ്രസന്റ് ചെയ്യണം കേട്ടോ സെമിനാർ. അവരിന്ന് ജോയിൻ ആയിട്ടുണ്ടോ? പേര് എനിക്ക് ഓർമ്മയില്ല. 1 മിനിറ്റ് കേട്ടോ. ജസ്റ്റ് ഒന്ന് പേര് നോക്കിയിട്ടൊന്ന് വരാം. 1 മിനിറ്റ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. പ്രിൻസിപ്പിൾസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അശ്വതി TV, അതുപോലെ മീനുമോൾ. ആരെങ്കിലും ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഗ്രൂപ്പിലൊന്ന് പറയാം. 2:30 ഒരു 10 മിനിറ്റോളം സെമിനാർ ഉണ്ടാവണം. നന്നായിട്ട് പ്രസന്റ് ചെയ്യാം. വൈവയുടെ മാർക്ക് ഇടാനായിട്ടാണ്. അപ്പൊ രശ്മി ആരെങ്കിലും ഒന്ന് പറയാട്ടോ. അതേ ഗ്രൂപ്പിൽ പറയാം. മാം, ഒരു സംശയം ചോദിച്ചോട്ടെ. നമുക്ക് ഈ ക്ലാസ്സിൽ സെമിനാർ എടുക്കാത്തവർക്ക് വൈവിയില് സെമിനാർ എടുക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാ വെച്ചാൽ ഇന്ന് എനിക്ക് വൈവ ഇന്ന് വൈകുന്നേരം ഉണ്ട്, പക്ഷെ ക്ലാസ്സിലൊന്നും സെമിനാർ എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇന്ന് അവിടെ എടുക്കാൻ പറ്റുമല്ലോ അല്ലെ? ശരി മാം. ശരി മാം. ഇത് അശ്വതി TVയും മിന്നുമോളാണോ? മിന്നു ആണോ? മിന്നുമോളായിരിക്കും. മിന്നുമോൾ ഇനീഷ്യല് ഒന്ന്. ഓക്കെ പറയാം മാം, പറയാം. ഓക്കെ. അശ്വതി TV മിന്നുമോൾ കേട്ടോ. അവരോട് പറയാം നാളെ 2:30 സെമിനാർ എടുക്കാം കേട്ടോ. 10 മിനിറ്റ് വരെയും സെമിനാർ ഉണ്ടാവണം. കറക്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാം. വൈവയുടെ മാർക്ക് ഇടാനായിട്ടാണ് എന്നുള്ളത് പറയാം കേട്ടോ. രശ്മി ഓക്കെ, നാളെ കാണാം കേട്ടോ. നമുക്ക് നാളെ ഞാൻ 2:30 വരാം. ഓക്കെ, അതുപോലെ തന്നെ അവരോട് പറയാം സെമിനാറിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിക്കാനായിട്ട് കേട്ടോ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കും അല്ലെ? ഇരിക്കില്ലേ? ഓക്കെ, അപ്പോ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കൂടി ക്വസ്റ്റ്യൻസ് ഒരു 4 ക്വസ്റ്റ്യൻസ് ഒന്ന് ചോദിക്കാൻ പറയാം കേട്ടോ. സെമിനാർ കഴിയുമ്പോൾ കൂടി പ്രിപ്പയർ ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, ഇനി ആരാ സൈൻ ഔട്ട് പറയുന്നത്? Thank you, ma'am, for today's class, for wonderful information given today. Thank you. Okay, next class le കാണാം. Thank you. Thank you. Thank you, ma'am. Thank you, Miss.